അപ്പൊ ഈയിടെയായിട്ട് ഡൽഹിയിലേക്ക് അപ്പൊ ഈയിടെയായിട്ട് ഡൽഹി അത് വെക്ക് അപ്പൊ നമ്മള് ഇപ്പൊ നടത്താൻ പോണത് അങ്ങോട്ട് പോയിക്കാം കുട്ടികളെ വിളിച്ചാണ്ട് അപ്പം ഈ ഡേറ്റ് അപ്പൊ നമ്മള് ബാഡാസമ ചലഞ്ചാണ് ഇനി നടത്താൻ പോകുന്നത്. ബാഡാസ് രണ്ടുപേര് പാടാൻ വേണ്ടി സൽമാൻ ക്ഷണിക്കുന്നു. ഫസ്റ്റ് തുടക്കം പറഞ്ഞുതരുന്നേ. ബാഡാസ്മാ അസ്സലാമലൈക്കും. ബാഡാസ്മാ ലിയോദാസ്മാ അത്ര അറിയുള്ളൂ. പറഞ്ഞുതരുമോ? ലിയോദാസ്മാ എടാ ഒന്ന് ജസ്റ്റ് പറഞ്ഞാ മതി. ഫുള്ള് ഞാൻ പാടിത്തരാം. ഒരു സാധനം പോയത് ബാഡാസ്മാ ലിയോദാസ്മാ ഒരു സാധനം പോവുത് ഒരു സാധനം പോവുത്. ഹലോ ചെക്ക് ചെക്ക് അതെന്തിനാ അങ്ങനെ കുറയ്ക്കണം മൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ? ബാഡാസ്മാ ഉറസാന പൂട്ടുതേ ബാഡാസ്മാ യുവദാസ്മാ ബാഡാസ്മാ ഉറസാന പൂട്ടുതേ ലിയോ വിക്രം ഇതിൽ അസർ ജയിച്ചു. ബാബാ അല്ല അത് ജയിച്ചു, കളി കഴിഞ്ഞു. ഇല്ല ബാബാ ഞാൻ എന്റെ റിമിക്സ് റിമിക്സ് പാടി. ഇത് ബാഡാസ്മാ വിക്രം അതും കയറുള്ളൂ. ഫുള്ള് പാടണം. പറയാൻ വിളിച്ചിട്ടില്ല. പാടണം. ഇവിടെ എല്ലാരും പാടണം. പാടിക്കോ. ഇല്ല ഞാൻ വല്ലതും പറയും ബ്ലോഗിൽ. എന്നാ വരി പറഞ്ഞ ബാഡാസ്മാ ഒരു സാധനം പോട്ടത്. സാധനം പോട്ടേ പറയ്. ഞാൻ അടുത്ത വരി പാടാം. അടുത്ത പരിപാടി ലിയോ ഫുള്ള് പാടണം. ഞാൻ മറ്റേ ഞാൻ ബി ജി എം ഇട്ട ലിയോ ബാഡാസ് മിസ്റ്റർ ദിസ് ഇസ് ഡാസ് ഇസ് മാഡ് ഫുള്ള് ഒറ്റ വരിക. അത് കഴിഞ്ഞ് ഇനി എത്ര ആൾക്കുണ്ട് ലെങ്ത് കൂടും. 5 സെക്കൻഡ് പാടണം. പാട് ലിയോ ബാഡാസ് മിസ്റ്റർ ഡാസ് മിസ്റ്റർ ബ്രാഡ്. അല്ലല്ല ഒരുമിച്ച് പറയാനോ വേറെ പാട്ട്? അല്ലല്ല ഒപ്പല്ല. നിങ്ങളൊന്ന് ജമാത്താക്കണ്ട കേട്ടോ. എനിക്ക് പാടാറില്ല. അല്ല ഇവിടെ കവികളാണല്ലോ. അല്ല കലാകാരന്മാരാണല്ലോ എല്ലാവരും. പാടിക്കോലേ പറയട്ടോ. ലിറിക്സ് അറിയില്ല. ഞാൻ ഇതിൽ എനിക്കറിയുന്ന ലിറിക്സ് ഇതിൽ പറയട്ടെ. ഒരു ദാസം അല്ല ഒരു സാധനം പോട്ട് ഇത് പറയും. വിക്രം ഒരു സാധനം പോട്ടത് ഒരു സാധനം പോട്ടത് കിട്ടൂലടാ. അത് സീനാ. വേറെ പാട്ട്. അല്ല അല്ലല്ലോ വേറെ പാട്ട്. എനിക്കത് കിട്ടൂലെങ്കിൽ വേറെ. എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിപ്പോയി. ഞാൻ പാടിയില്ലേ. വേറെ പാട്ട്. വേറെ പാട്ട് വേറെ നിങ്ങൾ പറയും. ബാഡാസ്മാ ഒരു സാധനം പോട്ടത് പറയും. ഒരു സാധനം പോട്ടത്. അപ്പൊ എല്ലാരും മുങ്ങല്ലോ പഠിക്കണം. മെല്ലെ ക്യാമറയിൽ ഇല്ലാത്ത സെറ്റിംഗ്സ് ഒക്കെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പോഷർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എങ്ങനെയാണ് ബാഡാസ്മാ ഒരു സാധനം പോട്ടത് പറയും. ബാഡാസ്മാ ഒരു സാധനം പോട്ടത്. അപ്പം ഇന്നത്തെ ബാഡാസ്മാ ഒരു സാധനം പോട്ടത്. ബാഡാസ്മാ ലിയോദാസ്മാ ബാഡാസ്മാ ഒരു സാധനം പോട്ടത്. ലിയോ Badass bitch Leo Das is a bad Leo Badass bitch Leo Das is a bad. He's a freaking badass. ജിംഷാട്ടോ മെല്ലെ ക്യാമറയുടെ മറവിലിരിക്കാട്ടോ.
ബേഡാസുമാ ബാഡാസിന് വേദനിച്ചാലോ എന്ന് പാടടി. പലതും ബേഡാസുമാ ഒരു സാധനം പോട്ടത്. ബേഡാസുമാ ഒരു സാധനം പോട്ടത്. Badass Mr. Making Das Mr. Bad. Badass Mr. Making Das Mr. Bad. എന്താ കുതിരേ? അത് കുതിരയാണ്. Badass bitch Leo Das is a badass. Leo Das. Leo Das is a badass. എന്താ സാറേ? ഒരു സാന പൂട്ട് ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ട്രിപ്പ് പോകാൻ നിൽക്കണം. അപ്പോൾ പലരും ഹണിമൂൺ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളൊരു സിംഗിൾ മൂൺ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സിംഗിൾസ് ട്രിപ്പാണ് നമ്മൾ ഇന്ന് ഒരുക്കൂട്ടിയിട്ടുള്ളത്. അപ്പം ഈ സിംഗിൾസ് ട്രിപ്പിന് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അസറു, ഹർഷി, നബീൽ, നിഹാൽ, സൽമാൻ, അച്ചു, പിന്നെ മിർഷാദ് ക, പിന്നെ രണ്ടേന് ജിംഷാദ് ക. സിംഗിൾസ് ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ജിംഷാദ് കെയും ഈ ട്രിപ്പിൽ നമ്മളോട് കൂടി അണിചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ട്രിപ്പ് നമ്മൾ വെക്കാനുള്ള പ്രധാന റീസൺ എന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ നാട് വിടാൻ പോവുകയാണ്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. അപ്പം അതിൻ്റെ മുന്നേ എല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ പൂർവാധിക ശക്തിയോടെ അച്ചു എല്ലാവരും ഇവിടെ എത്തി. എല്ലാവരും മിർഷാദിക്കൊക്കെ ജോലി തിരക്കുകളും ഇതൊക്കെ ഒഴിവാക്കി ഈ ഒരു പരിപാടിയിലേക്ക് എത്തി. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കക്കാടം പോയിലിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രീമിയം പ്രോപ്പർട്ടീസിൽ പെടുന്ന അവൻ വില്ലയിലാണ്. നമ്മളിവിടെ ഏകദേശം ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു വർഷം മുമ്പ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിന് കുറേ മാറ്റങ്ങൾ, അതായത് എപ്പോഴും റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാത്ത കുറേ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ മുമ്പ് വന്ന അതേപോലെ അതേ ഒരു വൃത്തിയിലും പെർഫെക്ഷനിലും, അതായത് സാധനങ്ങൾ കൂടിയില്ലേ, മേളിലില്ലേ ഇല്ലേ, മേളിൽ ഞാൻ കണ്ടിട്ടില്ല, മേളിൽ നമ്മൾ കയറിയിട്ടില്ല കേട്ടോ. വലിയ റൂം 5 ഉണ്ട്. നമ്മളന്ന് വന്നപ്പോ എത്ര? 3 മാത്രല്ലേ. അപ്പം ഒരുപാട് ആഡോൺസും കാര്യങ്ങളും വന്നിട്ട് മേലൊക്കെ നമുക്ക് പോയേക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഫസ്റ്റ് പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഈ ഒരു വ്ളോഗ് എങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇന്നലത്തെ സംഭവങ്ങൾ മൊത്തം അസറുവിന്റെ ചാനലിലാണ് വരുന്നത്, അല്ലേ? അസറുവിന്റെ ചാനലിലാണ് വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് രാവിലത്തെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. രാത്രിക്കത്തെ ഫുഡിന്റെ സംഭവങ്ങളും കുറച്ച് സാധനങ്ങളും ഫുൾ അസറുവിൻ്റെയിലാണ്. അപ്പൊ ഇന്നത്തെ രാവിലെ മുതൽ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കഴിക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. അപ്പോൾ അവൻ വില്ലന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിന്റെ ഉള്ളിലത്തെ വാക്ക് റൗണ്ടും സംഭവത്തിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ്. റെഡി? അപ്പൊ കക്കാടം പോയിലിന്റെ കിടിലൻ വ്യൂവും ഈ ഒരു തണുപ്പും, ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് ശരിക്കും ചില ടൈമിൽ നല്ല കോട കയറി വരലുണ്ട്. കോടയുള്ള ഏരിയയാണ്. ഇന്ന് കോട കുറച്ച് കുറവുണ്ട്. എപ്പോഴും നമ്മൾ പോകുമ്പോ അങ്ങനെ തന്നെയാണ്. അല്ല നമ്മൾ പോകുമ്പോ അങ്ങനെ തന്നെയാണ്. കോടുള്ള സ്ഥലത്ത് നമ്മൾ പോയാൽ എന്തുണ്ടാവില്ല, കോട ഉണ്ടാവില്ല. മഞ്ഞുള്ള സ്ഥലത്ത് നമ്മൾ പോയാല് മഴ കാണാൻ നമ്മൾ പോയാല് വേറെ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പോയാല് ഒരു വെയിലുള്ള സ്ഥലത്ത് പോയാൽ മഴ പെയ്യും. അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാ. എന്ത് പ്രതീക്ഷിച്ചാണോ നമ്മൾ പോയാല് അതൊന്നും നമുക്ക് കിട്ടലില്ല. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. അസർ ഒന്ന് ബ്രീഫ് ചെയ്യൂ, ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ ഉണ്ട്?
ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഒഴിച്ചില്ല ഇത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് വറുത്തരച്ച എടാ ഒഴിച്ചിൽ മസാജ് എന്നെല്ലാം പറഞ്ഞപ്പോ എല്ലാവരും ഫുഡ് ഒഴിവാക്കി പോയാ ഓണാണല്ലോ പച്ചത്തുണ്ടല്ലോ ചേട്ടാ എന്താണുള്ളത് നമുക്ക് ഇപ്പൊ നമുക്കുള്ളത് ഇവിടെ വറുത്തരച്ച ചിക്കൻ കറി. വറുത്തരച്ച കക്കടമ്പൽ സ്റ്റൈൽ കക്കടമ്പൽ സ്റ്റൈൽ ഫാമിൽ നിന്ന് പിടിച്ചെടുത്ത് ഫ്രഷ് ആയിട്ട് അരിഞ്ഞ് ചെത്തി സെറ്റ് ആക്കിയ ചിക്കൻ കറി കോഴി. അതുപോലെ തന്നെ നമുക്ക് കിവി ഫ്രൂട്ടും ആപ്പിൾ ഫ്രൂട്ടും ഇവിടെ ഉണ്ട്, പിന്നെ ബട്ടർ ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, വെള്ളമുണ്ട്, പുട്ട്, അതായത് സപ്പോർട്ട് കിവി വേറെ കാണാൻ അതേപോലെ. സപ്പോർട്ടക്ക് രോമം ഉണ്ടാവില്ല, കിവിക്ക് രോമം ഉണ്ടാവും. പുട്ട് എന്നൊക്കെ പറഞ്ഞ മക്കളെ, ഇതാണ് പുട്ട്. ഇതിന്റെ ഉള്ളിൽ ഗ്രീൻ ആക്കാണ് പറഞ്ഞേ. അപ്പൊ സപ്പോർട്ടിനെ വിളിച്ചു, സപ്പോർട്ടിനുള്ളിൽ ഇതിന്റെ ഉള്ളിൽ കളർ അത് ചിക്കു, ഇത് വെള്ളപ്പം. ജിംഷ അത് കാണിച്ചു കൊടുക്ക്, ക്ലോസ് ആയിട്ട് കാണിച്ചു കൊടുക്ക്. ചിക്കൻ കറി, ഫ്രൂട്ട്സ്, പുട്ട്, റീൽസ് എടുത്താ ടീം റീൽസ് ടീം, പഴം. അപ്പൊ നബില ആദ്യം തന്നെ ഒരു പഴം എടുത്തുട്ടാ. അപ്പൊ നബിന്റെ സൈസിലുള്ള ഒരു പഴം നബില ഒരു വെള്ളപ്പം, ചെറിയ പഴം എടുത്തതാണല്ലോ. ഇതെന്താ ചെനക്കറിയോ? ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിക്കണ്. പിന്നെ ഇതിനെന്താ പറയാ, കോൺഫ്ലേക്സ് ഉണ്ട്, പിന്നെ ജെല്ലി, പുട്ട് പറഞ്ഞു. പുട്ട് എന്നൊക്കെ പറഞ്ഞതാണ് പുട്ട്. കേരളക്കാരുടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പുട്ടിന്റെ ഇംഗ്ലീഷ് എന്താണ്? പുഷ്. എന്താണ്? സ്റ്റീംഡ് റൈസ് ടവറോ? നമ്മളെ പറ്റില്ല. വിശ്വസിക്കാം. സ്റ്റീംഡ് അങ്ങനെ ഒരു പേര് എന്താണ്? സ്റ്റീംഡ് റൈസ് പൗഡർ, സ്റ്റീംഡ് റൈസ് പുഡിംഗ് അല്ല. കഴിച്ചിട്ട് റിവ്യൂ പറഞ്ഞോ. കഴിച്ചിട്ട് നമ്മൾ റിവ്യൂ പറയും. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്കും നിമിഷ. അവിടെ കുട്ടികളെ അടിയിൽ കുട്ടികളെ പാർക്കും സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് ചെറുമട്ടത്തിൽ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. എല്ലാവരും ഇരുന്നു, എല്ലാവരും വിശന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പം സുഹൃത്തുക്കളെ, ഒരു മാരക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മക്കളെല്ലാവരും ട്രാംപോളിന്മേ കയറിയാണ്. അപ്പോൾ ഇത് കാട്ടുമുണ്ട സ്കൂളിൽ LKG C പഠിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. കറങ്ങ് എടാ ഫുള്ള എയർലാട്ടോ. ഈ കറങ്ങ് ആർക്കാ കറങ്ങാൻ വെക്ക. ആ അടുത്ത ആള് സൽമാന്റെ ബാക്ക് ഫ്ലിപ്പ്. സൽമാന്റെ കിഡിലൻ ബാക്ക് ഫ്ലിപ്പ്. സൽമാൻ മലപ്പുറത്തിന്റെ മാനം കാക്കാൻ മക്കരപ്പറമ്പിന്റെ മുത്ത് സൽമാൻ ഒരുക്കുന്ന ബാക്ക് ഫ്ലിപ്പ് ചലഞ്ച്. പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. സൽമാൻ ഒരു കിടിലൻ ബ്ലാക്ക് ഫ്ലിപ്പ്. മുതലായി. സൽമാൻ ഫാൻസ് എല്ലാവരും കമന്റ് ചെയ്യട്ടോ. അടുത്തതായി ഇക്കു വായക്കാട് അബ്ദുറഹ്മാൻ സാറിന്റെ മകനും നാടിന്റെ പൊന്നാമന പുത്രനുമായ ഇക്കു. എടാ ചെയ്യടാ, ഒരു നാണക്കാരം. മൂന്നാൾക്ക് ഒരു സമയത്ത് ചാടാൻ പറ്റും ഇതില്. നല്ലൊരു ഡാമേജ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. തലകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പ്ലക് പറഞ്ഞുള്ള സൗണ്ട് ഇങ്ങോട്ടാണ് കേട്ടത്. ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. വരൂ ക്യാമറ ആയിട്ട് വരൂ. എന്തോ പറ്റിയിട്ടുണ്ട്. നല്ല സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിങ് പറഞ്ഞ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. കറക്റ്റ് മൂന്നാൾക്ക് ഇതിൽ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ആക്സിഡന്റ് പറ്റി. എന്റെ നാവ്
വാട്ട് ഹാപ്പൻ ഗൈസ്? എന്താ പറ്റി? തല ഉഴിഞ്ഞോളി. രണ്ടാള് വീഡിയോ ഉണ്ട്, രണ്ടാളെ കൂട്ടിമുട്ടാ. ഇക്കു ഓക്കെ? ഇക്കു ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പോലെ ഫൗൾ വെച്ചാണ്ടേ അങ്ങനല്ല മുത്ത. എന്നാ ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് പെട്ടെന്ന് പോവേ. ഞാൻ ഒറ്റക്ക് അല്ലേ വേണ്ട. അനാവശ്യമായി ഇവരുടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കേട്ടിട്ട് കരിയർ കല്ലെത്താക്കാൻ ഞാനല്ല. ഇല്ല, പരിപാടി ഉണ്ട്, നാളെ മറ്റന്നാളൊക്കെ പരിപാടി ഉണ്ട്. റിസ്ക് എടുക്കണം. ഓൾറെഡി എന്നോട് ഡോക്ടർ പറഞ്ഞാണ് മുട്ട് ട്വിസ്റ്റ് ആവണ ഒരു പരിപാടിക്ക് നിൽക്കരുത്. ബാക്ക് എളുപ്പം. നീ ഫോണതാ ഫോണും കൂട്ടിച്ചാടി. ഞാനൊരു മലയാളി, ഈ നാട്ടിൻ തേരാളി, അതിരുകളില്ല മധുരുകളില്ല സ്വർണ്ണപ്പേമാരി. ഞാനൊരു മലയാളി. സൽമാൻ 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 സൽമാന്റെ കിടിലൻ ജാമ്പ്. ഞാൻ കറക്റ്റ് കിട്ടും ഫ്ലിപ്പ്. ഒരാൾ ചെയ്യും, മൂന്നാൾ ചാടില്ലേ? ഫ്രഞ്ചല്ലോ ഫ്രണ്ട്. ഓക്കെ ബ്രോ, ഓക്കെ ഓക്കെ. അപ്പോ 1% ഇറങ്ങിയതിന്ന് നമുക്ക് പോവട്ടോ. ഇതാണ് കക്കാടംപൊയിലിന്റെ ബ്യൂട്ടി, നമ്മളെ പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ. റിസോർട്ട് എങ്ങനെയുണ്ട്, സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ റിസോർട്ടിൻ്റെ പേര് അവൻ വില്ല എന്നാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിസോർട്ട് ഒന്ന് കാണാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഇവിടെ ഒരു ഡൈനിങ് സ്പേസും ചെറിയൊരു മിനി ബാർ കിച്ചൺ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രിഡ്ജും പരിപാടിയും, പിന്നെ റൂം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ റൂം കേട്ടോ. ഓണനിലാവല്ലേ. എന്നിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ്. അത് വ്യൂവില് കൂട്ടലിട്ടാ 0.5 ഇട്ടാ. വ്യൂ നഷ്ടപ്പെടുത്താൻ കുറെ ആൾക്കാർ അതും ഇതൊക്കെ ഇവിടെ കൊടുത്ത് തോരട്ടൊക്കെണ്ടാ. അത് കഴിഞ്ഞ് ഇവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ റൂമാണ്. നമ്മൾ മേലും കാണിച്ചാൽ, മേലെ ഞാനും കണ്ടിട്ടില്ല. ഇതൊരു റൂമാണ് വരുന്നത്. പിന്നെ നമുക്ക് മേലൊക്കെ പോയോക്കട്ടാ. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഏരിയ പറഞ്ഞാൽ ഈ പൂളാണ് കേട്ടോ. ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ കൊടുത്ത് നോക്കും. ഫ്രെയിം സീം ഫ്രെയിമാ, മാരക ഫ്രെയിമാ. 0.5 കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് കേട്ടോ. കിഡിലൻ പൂൾ, ഇൻഫിനിറ്റി പൂൾ വിത്ത് കിഡിലൻ വ്യൂ. കാണിച്ചു കൊടുക്ക്. മേലെ നമുക്ക് പോവാം. മേലക്കയിലേ പോകുന്നില്ലല്ലേ. അപ്പോൾ ഇതിലെങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഇരിക്കാനുള്ള സ്പേസസ് ഉണ്ട്. നമുക്ക് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സ്പോട്ടുകളാണ്. അത്യാവശ്യം നല്ല പ്രൈവസി ഓഫർ ചെയ്യുന്ന റിസോർട്ട് കേട്ടോ. കാരണം ഇതിൻ്റെ നിയർ ബൈ ഒന്നും വേറെ റിസോർട്ട്സ് കാര്യങ്ങൾ അങ്ങനെ അടുത്തൊന്നുമില്ല. ഇപ്പോൾ കക്കാടമലൊക്കെ ഒരുപാട് റിസോർട്ട്സ് അടുത്തടുത്ത് വരുന്ന കാണലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമില്ല. അടുത്ത് വേറെ റിസോർട്ടും പരിപാടികളൊന്നുമില്ല. ഇവിടെ ഇരിക്കാം. ഇനി നമുക്ക് മേലത്തെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് കാണാം. ഡൈനിങ്ങും നമ്മൾ കണ്ടു, പൂളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് മേലെ ഒന്ന് ജസ്റ്റ് പോയേക്കാം. വരൂ അച്ചു. മേലെ നല്ല ആരൊക്കെ കിടന്നേ?
അത് വൃത്തിയാക്കിക്കണോ? ആ ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഓ ഇതന്നില്ലേ നീലേ? അന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സ്പേസ് മാത്രം ഇട്ടീനോല്. ഓ ഇപ്പൊ 2 റൂം വന്നിട്ടോ ഇവിടെ. ആ ഇവിടെ റൂം എടാ അത് അടിപൊളിയാണല്ലോ. അപ്പം ഇവിടെ ഒരു അടിപൊളി റൂമുണ്ട്. ഇങ്ങോട്ട് മേലേക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള. സൂപ്പർ സൂപ്പർ. പിന്നെ അപ്പുറത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണ്ട. ഇവിടെ അടിപൊളി. എടാ നിങ്ങള് ഈ ടൗസർ തോരടാത്ത ഒരു സ്ഥലവും ഈ റിസോർട്ടിൽ ഇനി ബാക്കിയില്ലല്ലോ. ഇവരൊക്കെ എല്ലാ ഗ്യാപ്പിലും ഇത് തോരട്ടിട്ടുണ്ട്. ഇത് റിസോർട്ടിലുള്ളതല്ല, ഇത് വലിയ ഇവിടെ തോരട്ടാണ് നമ്മൾ കൊണ്ടുപോകും. പോകുമ്പോ വൃത്തിയാക്കിയോ? ഇവിടെ കടക്കണ്ടീന്. ഓ ഇവിടെ കടന്നാ മതി. ശരിക്കും രാത്രി എന്ത് തണുപ്പാ. ആ ഓല വെച്ചിട്ട് കിടന്നത്. എനിക്ക് അത്യാവശ്യം തണുപ്പുണ്ട്. എനിക്ക് പെട്ടെന്ന് തണുപ്പ് സീനാവുണ്ട്. ആ റിസോർട്ടിന്റെ ഫ്രണ്ടേജ് ഇട്ടാ അതിലാണ് വരിക. അപ്പം ഇതൊക്കെയാണ് റിസോർട്ട് വരുന്നത്. അവിടെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ റിസോർട്ടിൽ വരാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഓണനിലാവല്ലേ താഴെ കുറ്റിട്ടു. എന്താ എട്ടാലിനെ കണ്ടതിനെ ഇങ്ങനെ പാഞ്ഞ് ആൾ തിരക്കല്ല. പെണ്ണുങ്ങൾ വേണ പോലെ പാഞ്ഞല്ല. ഇപ്പൊ വെയിലാണ്. പക്ഷെങ്കിൽ വൈകുന്നേരം ഒരു ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നല്ല. മൂട് മൂടേയ് കോട മൂടേയ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിസോർട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾ റിസോർട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ വില്ല എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുക. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും ഇൻസ്റ്റാഗ്രാം ID എല്ലാം കൊടുക്കുക. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. വരാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യട്ടോ. ഇനി നമുക്ക് അടിയത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് നമുക്ക് പോവാം. നമ്മൾ റിസോർട്ടിൻ്റെ മുകൾ ഭാഗം കണ്ടു, താഴെ കണ്ടു. ഏകദേശം 1 2 3 4 5 റൂമുണ്ട് കേട്ടോ. ഒരു 10-25 ആക്കൊക്കെ 25 ആക്കൊക്കെ കുഴപ്പമില്ലാണ്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫാമിലീസിനൊക്കെ അതിലേറെ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓരോ നമ്പറിൽ വിളിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ പോകാനുള്ള ഒരുക്കങ്ങൾ ആയി. അപ്പം നമ്മളിത് ആ ഭക്ഷണ പരിപാടികളിലേക്ക് കടക്കുകയാണ്. അപ്പം അനേകം നീണ്ടു നിന്ന ഒരു മണിക്കൂർ 1.5 മണിക്കൂറത്തോളം ഏകദേശം നീണ്ടുന്നൊരു കുക്കിംഗ് ആണ്. അടുക്കളയിൽ ഇത്ര നേരം ചെലവഴിച്ചൊരു വ്യക്തി എന്നുള്ള സ്ഥിതിക്ക് താങ്കൾ എന്തൊക്കെയാണ് അടുക്കളയിൽ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ആണ്? അല്ല ഞാൻ പണി നിർത്തിട്ടില്ല. സ്മെല്ല് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മേലണങ്ങിയിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ എനിക്കത് കിട്ടി. ടേസ്റ്റ് ഒക്കെ നോക്കുക, അങ്ങനത്തെ മേലണങ്ങാത്ത രീതിയിലുള്ള നോക്കുക എന്നുള്ളതിലൊക്കെ തന്നെ ചെയ്തത്. എന്തൊക്കെയാണ് അടുക്കളയിൽ നടന്നത്? വളരെ തകൃതിയിലാണ് പണി നടന്നത്. ഒരു ഭാഗത്ത് ചിക്കൻ മുന്നിട്ട് നിന്ന് മേൽനോട്ടം വഹിച്ച മേൽശാന്തി ആരായിരുന്നു? സത്യം മാത്രം പറയട്ടോ, ഒന്നോടെ പറയരുത്. മേൽനോട്ടം മേൽനോട്ടജേനി ശാന്തിനെ പണിയെടുക്കണം. എന്താണ് നമ്മൾ എന്താണ് സ്പെഷ്യൽ ഡിഷ്? ഇന്ന് ചിക്കൻ ഗ്രില്ല്, ഫിഷ് ഗ്രില്ല്, ചിക്കൻ ഗ്രില്ല്, ഫിഷ് ഗ്രില്ല്. അതായത് ഗ്രൂപ്പിൽ വൈകുന്നേരം ആയപ്പോൾ 4500 ബില്ല് അങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. അപ്പം ഒറ്റയടിക്ക് ഇതുവരെ ട്രിപ്പ് ഒരു 4500 ബില്ല് വന്നൊരു ട്രിപ്പ് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും പേടിച്ച് കണ്ടിട്ട് എന്താ സംഭവം, എങ്ങനെ എത്ര ബില്ലായെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് 1500 രൂപയ്ക്ക് മീനും 2500 രൂപയ്ക്ക് കോഴി വാങ്ങിയതോ അങ്ങനെ എന്താ 1500 രൂപയ്ക്ക് മീനും 2500 രൂപയ്ക്ക് കോഴി. 1500 രൂപ മീനിന് അത്ര ആയിട്ടില്ല. മീനാണ് അധികം. മീൻ എത്ര 500 2500 രൂപയ്ക്ക് 1500 രൂപയ്ക്ക് വാങ്ങിയത് ഇതാണ് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ ഇതെന്താ നമ്മളുടെ ഓ ഇതിന്റെ മണ്ണം കേൾക്കുമ്പോ റൊമാൻസിയ സൗദി
സ്വയംഭ സാധനം മൊത്തം ജി ജി ഇവിടെ ജനിക്കേണ്ടവനേ അല്ല. സ്വയംഭ സാധനം നെയ്ച്ചോർക്ക് വെച്ചെടുത്താൽ മതി. നെയ്ച്ചോർക്ക് വെച്ചെടുത്താൽ മതി, ഒരു രക്ഷയില്ല. നെയ്ച്ചോർക്ക് വെച്ചെടുത്താൽ മതി. എണ്ണയാണ് പൊട്ടാ. ഒരു കുപ്പി എണ്ണ എടുത്തപ്പോ കുടിച്ചു അതാ സെൽവന്നാ. അപ്പം ഇത് നെയ്ച്ചോർക്ക് ഉണ്ടാക്കിയ സംഭവമാണ്. കറക്റ്റ് നമ്മളെ റൊമാൻസിയിലൊക്കെ ഉണ്ടാക്കണ പോലെ സൗദി റൊമാൻസിയിലൊക്കെ ഉണ്ടാക്കിയ പോലത്തെ സാധനമാണ്. അപ്പൊ ഇവിടെ നടക്കണം എന്താന്ന് കാണാം. മിർഷാദ് ഒന്ന് ടോർച്ച് അടിക്കോ? മിർഷാദിക്കും അച്ചും ഒന്ന് ഫ്ലാഷ് അടിക്കൂ ഗൈസ്. ഇവരൊക്കെ പോന്നോ? അപ്പൊ ഇതുവരെ സൽമാൻ ഇവിടെ ശ്രദ്ധിക്കണ്ടോ, പൂര അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയത്. ഫാനിൻ്റെ ഉള്ളിൽ ഫാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. അച്ചു ഫാൻ നമുക്ക് അടിക്ക്. അതായത് വെറുതെ ഒരു കുക്കിന് വന്നിട്ട് മൂടും. ഇവന് ജീവനെ പേടിയില്ലെങ്ങായി. എടാ നിനക്ക് പേടിയില്ലട്ടാ. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ എന്താണ് ഗ്രില്ലായിക്കൊണ്ടിരിക്കുന്ന ആർഷിയ? എന്ത് ഫിഷാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്? നെയ് ഫിഷാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നെയ് ഫിഷിന്റെ കൂടെ അപ്പുറത്ത് ബാക്കിയായ ചിക്കനാണ് വെച്ചിരിക്കുന്നത്. ഇക്ക് മുമ്പ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? ഇല്ലടാ, ഇല്ല, ഇന്നാണ് കയറുന്നത്. നിഹാൽ അടുക്കളയിൽ കയറില്ല മുമ്പ്? നിഹാലിന്റെ ഒരു പരിചയസമ്പത്ത് നമുക്ക് പ്രത്യേകത്തിൽ കാണാനുണ്ട് കേട്ടോ. അപ്പം നിഹാലിപ്പടുത്ത് പരിപാടികൾക്കിടയിൽ റോസാപ്പൂവും പൂച്ചെണ്ടുകളൊക്കെ ഏറ്റുവാങ്ങി നേരം കണ്ടാണ് നമ്മളടിക്കാൻ വരുന്നത്. ഞാൻ കരുതി നമ്മളപ്പോ ഒന്നും ഇനി ഉണ്ടാവില്ല, പൂച്ചെണ്ടുകളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതിൽ പോകും, വേറെ വലിയ ലെവലിൽ പോകുന്നു കരുതി. പക്ഷെ പാവ സ്നേഹമുള്ള കുട്ടിയായോണ്ട് എന്ത് ചെയ്തു, പൂച്ചെണ്ടുകൾ വാങ്ങിയെങ്കിലും പൂർവാധികം ശക്തിയോടെ നമ്മുടെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെ പാർട്ടിക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാർട്ടി ഉണ്ടോ പുഷ്പ? ഒറ്റ ചോദ്യം, പാർട്ടി ഇല്ലേ പുഷ്പ? കിസ്സിക്ക് പോലെ വരുന്നുണ്ട്. എടുക്കണ അൽഫാം കിസ്സിക്ക് തന്നെ. അപ്പൊ അത് പറഞ്ഞിട്ട് ആ മൂഡിൽ നേരെ തിരൂരിന്ന് വെച്ച് പിടിച്ച് പെടുത്തിട്ടാ. അല്ല, പൊന്നാനിന്ന് വ്ളോഗ് കാണാനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ മിർഷാദിക്ക മിംസിലെ 100 കൂട്ടം തിരക്കുകൾക്കിടയിൽ മിംസിൽ പോണ എല്ലാവർക്കും അറിയാം മിർഷാദിക്ക് ഇല്ലാതെ മിംസ് ഇല്ല, മിംസ് ഇല്ലാതെ മിർഷാക്ക് ഇല്ല എന്നുള്ളത്. അപ്പം 100 കൂട്ടം തിരക്കുകൾക്കിടയിൽ മിർഷാക്കാനെ ഞാൻ ഒറ്റ വിളിയെ വിളിച്ചിട്ടുള്ളൂ. മിർഷാക്ക ഇന്ന് നമ്മള് തിന്നാളോണ്ടോ വന്നറിയണേ എങ്ങനെ മൂക്കുമട്ടെന്നെ ചുട്ടേ പാട്ടോ. മിർഷാദിക്ക് ഹോസ്പിറ്റലിന്റെ സപ്പോർട്ട് ഇല്ലോണ്ട് അങ്ങനത്തെ ഹെൽത്തിന് പ്രശ്നം പറ്റിയാലൊന്നും പേടില്ല. അപ്പൊ മിർഷാക്ക അച്ചോ ഫ്ലാഷ്. അപ്പം മിർഷാക്ക ആ തിരക്കിന്റെ ഇടയിലും ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇന്നത്തെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മളെ കൂടെ അല്പനേരം ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ടാണ് മിർഷാക്ക കോഴിക്കോട് നിന്നും എത്തിയിട്ടുള്ളത്. പൊളിക്കാരി മിർഷാക്ക നമ്മളെ കൂടെ, അതായത് മിർഷാക്കാന്റെ ഏജ് ഗ്രൂപ്പും നമ്മുടെ ഏജ് ഗ്രൂപ്പും വളരെ ഡിഫറെന്റ് ആണ്. അതായത് ഞങ്ങൾ പ്രായം കൂടുതലുള്ള ആൾക്കാർ മിർഷാക്ക പ്രായം കുറഞ്ഞ കൂട്ടത്തിലും പെടുമ്പോൾ അപ്പൊ അത് എന്തുകൊണ്ടാണ് മിർഷാക്ക നമ്മളെ ഒരു കമ്പനിയായി മിർഷാക്ക അങ്ങനെ നോക്കിക്കാണുന്നത്? നമ്മളിങ്ങനെ ഏജ് താഴേക്ക് വരുന്ന പോലെ ഒരു ഫീലാണ്. അതാണ് നമ്മൾ അതായത് മിർഷാക്കാരുടെ ലെവലിലുള്ളതിൽ നിന്ന് മാറി ഞങ്ങളെ കൂടെ കമ്പനി അടിക്കുമ്പോൾ തന്നെ വയസ്സ് ഇങ്ങോട്ട് കുറഞ്ഞ പോലെ തോന്നുകയാണ്. അതിന് മിർഷാദക്ക് മറ്റേ ചികിത്സക്കൊന്നും ചെയ്ത് വയസ്സ് കുറക്കേണ്ട രീതിയിലെ ചികിത്സകളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. മിർഷാക്ക നമ്മളെ കൂട്ടത്തിൽ 4 ദിവസം നിൽക്കുമ്പോൾ തന്നെ വയസ്സ് കുറഞ്ഞ പോലെ മിർഷാക്കാക്ക് തോന്നുന്നത്. എനർജിയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പൊ ഈ കൂത്താട്ടൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ മിർഷാക്കാക്ക് വർക്ക് ചെയ്യാൻ ചാടി നിൽക്കാനുള്ള എനർജി മിർഷാക്കാക്ക് കിട്ടുന്നതാണ് മിർഷാക്ക പറഞ്ഞത്. അപ്പൊ മിർഷാക്ക അതുപോലെ തന്നെ ജോർജിയയിൽ നിന്ന് നമ്മളെ ജോർജിയൻ ഷെഫ് ഷ്യാങ്കോ ഷിൻചിനിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്തു.丁款，今天我开始开国家的地方，就加半圈加，我这空空啊，听梆公。Chapatika, good massage. Good massage. Thailand massage. Good massage. അതല്ല മസാജ് നമ്മൾ തായ്ലൻഡ് പോയപ്പോ കണ്ടിന്യൂ കുറെ ആൾക്കാർ ചെയ്യണേ അല്ലേ? തായ്ലൻഡ് പോയിക്കോ. Only 10 baht, 20 baht, have some Only 20 baht You come massage. here. You come. Simple 啊，你突然间的去看的啊，是啊，你错了，说可以看不到去 You're 看 right, chicken, soya, sim, I try. 啊，你എന്തൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യാ
用说西康，西康然后我说给我那个牛别个西康，西康，那你说，说给我，我说给我小满西，cha wa 小满西， ka wa ha 这是阿查小满西， acha si 小满西， shaman si 这是 green 西， tenko wa ka da abdurrahman master magani wa നബിൽ വാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ വാങ്ങുവാ അത് അർഷി കണ്ണൂരിട്ടോണ്ട് മനസ്സിലായില്ലേ കരിഞ്ഞതൊന്നും അന്ന് പറഞ്ഞു കൊടുത്ത എടാ കാഴ്ച ശക്തി ഇല്ലാത്തവരൊന്നും അവിടെ ചിക്കൻ ചൂടാൻ നിൽക്കില്ല അത് തിരിച്ചാ ആ ആവണ്ട് അത് നോക്കി ഇത് നോക്കി ഈ സൈഡ് നോക്കി സലാം ഖാമോ തിമോത്ത അതല്ലേ വൺ സൈഡ് കൊണ്ട് കാര്യമില്ല നബില വൺ സൈഡ് ലവ് കൊണ്ട് കാര്യമില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അർഷിക്ക് അതിന്റെ വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് അല്ലേ അർഷിയെ അർഷിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അർഷി ഒറ്റ കാര്യം പറയണ്ട വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അത് അർഷി പല അർത്ഥങ്ങളും അതിൽ കണ്ടുകിടുന്ന് എനിക്ക് തോന്നുന്നുണ്ട് വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് പെയിൻഫുൾ ആണോ അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ല കുറച്ചൊക്കെ ഫുള്ള് വൺ സൈഡ് ലവ് ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ശരിക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലൈൻ അടിച്ചതിന് ഒരു കണക്കില്ല എവിടെയും ഞാൻ പറയും ഒരാൾ പോലും എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയണില്ല ഇത് ചിന്തല്ലേ ഇത് തിന്നു കഴിഞ്ഞാ അല്ല ഇത് ഉണ്ടാക്കി കഴിഞ്ഞാ ഇതാണ് ടച്ചിങ് ടച്ചിങ്സ് ഒന്നും പറയില്ലോ ബ്ലോഗ് തോല് പറഞ്ഞേക്കരുത് മസാല ഉണ്ടാക്കിയ ആരാ ഇതൊരു മസാലക്കാരൻ തന്നെ നിങ്ങളൊക്കെ അത് താത്തമാരായി താത്തായില്ലേ ഇജ്ജൊരു കാക്കി ഞങ്ങൾ നല്ലല്ലോ അപ്പൊ ഇനി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൂർവാധിക ശക്തിയോടെ കാണാം അങ്ങനെ ഒരു കയ്യിൽ കുറച്ച് കൈ കഴിയൂലേ അങ്ങനല്ല ചെമ്പട്ടിയിലല്ല മാണ എടുത്തൂടാണ്ട് പണ്ട് അതാ വന്നപ്പോ സ്ലോ മോഷനിൽ ഇറക്കാറില്ല അതാണ് ഹാൻഡിക്യാപ്ഡ് ഏതോ ടീമിന്റെ അല്ല ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ എല്ലാവർക്കും കിട്ടും മതി 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 അല്ല വേസ്റ്റ് ആക്കല്ല ഇത് എങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ചു അപ്പൊ നമ്മളെ സ്വാദിഷ്ടമായ അൽഫാം ഗീ റൈസ് പരിപാടി റെഡിയാക്കുകയാണ്. എടാ ഇവിടെ കേക്ക് വൃത്തിയാക്കണ്ട. പിന്നെ എങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഈ ഇലല്ലേ വലിക്കാം, മര്യാദ ഞാൻ പറയണെന്താ അറിയോ, ഇപ്പൊ റെഡിയാണ്. ചുറ്റോട് ചുറ്റും വേലെട്ടി നടുവിലൊരു വായറ്റി ചുറ്റോട് ചുറ്റും വേലെട്ടി. നിങ്ങളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാതെ വെക്കത് പഴിച്ചിട്ട് നേരെ മുതൽ കാത്തുക്കുണ്ട്. 12 മണിയാണ്. അവിടെ വെച്ചില്ലേ അടുത്തോ നിയാൽ ന്യൂ ഷെഫ് ഇൻ ടൗൺ ലാസ്റ്റിക്കുള്ള 4 പീസ് അവിടെ കരിയിപ്പിച്ചു. അതിന് നടുവ് കൂടെ വെച്ചാൽ മതി. നടുവ് കൂടെ അപ്പൊ നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ജന്മദിനപ്പം മുറിക്കുവാൻ സമയമായി. ഇപ്പൊ മാരകട്ടോ, നമ്മളിപ്പോ മറ്റേ ടീമായി, നാടൻ ടീം പോയമാറ്റത്തിലൊക്കെ പോയിട്ടൊന്നുമില്ല. ട്രൈബൽ ഒരു കണ്ടന്റ് ഉണ്ട്. എല്ലാരും ഇങ്ങനെ ഭയങ്കര അദൃശ്യമായിട്ട് ഇങ്ങനെ
ഫ്രഷ് എല്ലാരും review കണ്ടിട്ടില്ലേ? ഇല്ലേ മതി എന്നാ 2 പൊട്ടന്മാർ സപ്പോർട്ട് ചെയ്ത് തമ്മില് സപ്പോർട്ട് നിക്കിടോ ഓടി ഓടി ഇതൊന്ന് കാണിച്ചോട്ടെ ജിംഷ അങ്ങനെ വായിൽ വളർക്കിക്കോളിയും സാധാരണ നമ്മൾ ഉണ്ടാക്കണമെന്ന് കണ്ട് വായിൽ വളർക്കാനുള്ള ടൈം ഇട്ടില്ലട്ടാ എല്ലാ രീതിയിലല്ല അതിന്റെ കാര്യത്തിലാണ് എങ്ങനെ എടുക്കണ പറയും വീഡിയോ വീഡിയോ ഞാൻ നമ്മളെ തിരിച്ചു റെഡി അല്ലേ ദൃശ്യം വരില്ല മൊത്തം മുടി റെഡി മുടി റെഡിയാക്കി എന്തിനാണ് ഈ ഇട്ടത്തൊക്കെ മുടി റെഡിയാക്കി ആരെ കാട്ടാനേച്ച് പോണേ അല്ലെ കല്യാണത്തിന് പോവാ വെളിച്ച മുടിമല ഞാൻ പറഞ്ഞ സാധനം ദീകിന്റെ മൊത്തക്കല്ല പോലീസ് പിടിച്ചതോ ഇവരൊക്കെ അതാണ് സാറോ പറഞ്ഞോളൂ പിന്നെടുത്തോ എന്തിനാ ചെറിയ നേരം എടുത്തേ ഒരു തമ്മിൽ എടുത്താൽ കഴിഞ്ഞിട്ടോ ഇനി വ്ളോഗ് ഒന്നും ഇല്ലട്ടോ തിന്നട്ടോ വെജ് അല്ല എന്താ അറിയോ ആകെ പിടുത്തം വിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് തെറ്റിദ്ധരിക്കരുത് ഏരൊക്കെ നിൽക്കാൻ തുടങ്ങിയിട്ട് ആകെ വിശന്ന് പഴിച്ച് പറ്റിയാണ് അതുകൊണ്ടാണ് ഇപ്പൊ 12:30 മണിയായി ഇങ്ങനെ കളിച്ച ഷെഫ്മാര് നല്ലൊരു വീഡിയോ ഇനി നാളെ ഉണ്ടാക്കടാ നാളെ തമ്മിൽ എടുക്കണത് തമ്മിൽ കഴിപ്പിച്ച് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ബാച്ചിലേഴ്സ് 1 ഡേ ട്രിപ്പ് ഇവിടെ അന്ത്യം കുറിച്ച് കൊള്ളുകയാണ്. അപ്പോൾ ഈ ഒരു 1 ഡേ ട്രിപ്പിനെ കുറിച്ച് എന്താണ് സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു നമ്മൾ തല്ലുടലാണ് സോസ് കൊടുക്കണം ജിംഷ 300 സോസ് കൊടുക്കുക ഒന്ന് പപ്സ് കൂട്ടി തിന്നിട്ടാണ് തിന്നൂടി പറയും ട്രിപ്പിനെ കുറിച്ച് എന്താ പറയുന്നത്? ട്രിപ്പിനെ കുറിച്ച് എന്താ വെച്ചാൽ നമ്മൾ വളരെ അതായത് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൂടാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. പക്ഷെ ഉള്ള ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഒരു സംഭവം പ്ലാൻ ചെയ്ത് എനിക്ക് തരാറുണ്ട്. അപ്പൊ അതിന് ഞാനോട് ഫസ്റ്റ് തന്നെ ഹൃദയം നിറഞ്ഞൊരു നന്ദി. എപ്പോഴും ഒരു പാർട്ടി പുഷ്പന്റെ വക. അതെ, എല്ലാ വട്ടം വന്നു കഴിഞ്ഞാൽ പുഷ്പന്റെ വക ഒരു പാർട്ടി ഞാൻ സെറ്റ് ആക്കി തരലുണ്ട്. അപ്പൊ അതുപോലത്തെ ഗംഭീര പാർട്ടി തന്നെ എന്ന് പറയാം. പക്ഷെ എനിക്ക് ജലദോഷം മുന്നിൽ കുറച്ച് സൈഡായി, എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ അടിപൊളി എന്താ പറയാനുള്ളത്? കിട്ടില്ല, നമ്മൾ ഒരു വട്ടം വന്നിരും അന്ന് മോള് റെഡി അല്ലേനു. മോള് റെഡിയായി സെറ്റായി. മോള് സീൻ ഇക്കുന് എപ്പോഴും മുകൾ ഭാഗമാണ് ഇഷ്ടട്ടാ. അല്ല നല്ല അടിപൊളി സ്ട്രെസ് റിലീഫ് അടിപൊളി ട്രിപ്പ് അടിപൊളി ഇഷ്ടപ്പെട്ട്. ജിംഷ എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായം, നല്ല പൂള്. അതായത് ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ കൂടാണ്. എങ്ങനെ നോക്കി കാണുന്നു? നല്ല രീതിയിൽ നോക്കി കാണുന്നു. ഇങ്ങനെ നോക്കി കാണുന്നു. താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് നമ്മള് കുറച്ചായിട്ട് ഇങ്ങനെ കൂടിയിട്ട് കുറച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കണം. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫീൽഡിലാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയാണ്, ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ്ങും ആർക്കിടെക്ചറും പരിപാടിയൊക്കെയാണ്. നമ്മൾ പാട്ടും പരിപാടിയാണ്. അസറു മറ്റേ സ്റ്റഡി അബ്രോഡും ജോർജിയ പരിപാടിയാണ്. നിഹാൽ എഡിറ്റിങ്ങും കാര്യങ്ങളാണ്. സൽമാനും വെഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി, അർഷി വെഡിങ്, അതേപോലെ നബീലും ട്രാവൽ കമ്പനി പരിപാടി, അതേപോലെ ബിഎഡിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടേതായ ഫീൽഡിൽ ഓരോരുത്തർ പഠിപ്പും തിരക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും കൂടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ കൂടാൻ പറ്റുന്നതൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ പറഞ്ഞാൽ നമുക്ക് ലഹരികളും പരിപാടികളും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഒരാൾ പോലും ഇതിൽ അതിനൊന്നും അടിമകളല്ല. പക്ഷെങ്കിൽ ഇങ്ങനത്തെ ഓരോ കൂടുതലും കൂടിച്ചേരലുകളാണ് നമ്മളെ കൂടുതൽ കൂട്ടിയിണക്കുന്നത്. ഇങ്ങനത്തെ ഉള്ള യാത്രകൾക്ക് കൂടുതൽ ഉത്തേജകമാവുന്നത് നമ്മൾ ഈ സുഹൃത്ത് വലയങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്നും പടച്ചോന് ഈ ബന്ധങ്ങൾ നിലനിർത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ യാത്രകൾ പോകാൻ എന്നും നമുക്ക് ആഫിയത്തും അർഹമത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും പഠിച്ച നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും സുഖവും തരട്ടെ, സൗകര്യങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സുഹൃത്ത് ബന്ധം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമീൻ. ഇനി ആമീൻ പറയില്ലേ? ഈ ബന്ധത്തിൽ ഇല്ലാത്ത കുറെ ബന്ധങ്ങളുണ്ട്. അപ്പം പുതിയ ബന്ധങ്ങള് വന്നപ്പോൾ പഴയ ബന്ധങ്ങൾ മറന്ന ആളുകളോട് ഇനി ഞങ്ങളെ മറക്കരുതെന്ന് കെഞ്ചിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ഒരാമീൻ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങളെല്ലാവരും വ്ളോഗ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു കിടിലം വ്ളോഗിൽ വെച്ചിട്ട് കാണാം. ബൈ ബൈ.